ഹായ് ചകളെ. അപ്പോൾ നമുക്കിത് ഉച്ച ഊണിന് പറ്റിയ നല്ല അടിപൊളി ഒരു ഒഴിച്ചുകറി സെറ്റാക്കിയാലോ. മോര് കാച്ചിയത് എങ്ങനെയെന്നല്ലേ, നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അത് ആവശ്യത്തിന് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ ജീരകം, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് മോരോട് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ മോര്, അതായത് ഈ മോര് കാച്ചി എന്ന് പറയുമ്പോഴത്തേക്കും അധികം തേങ്ങ ചേർക്കുന്നില്ല, തേങ്ങ ചേർക്കാതെയും ചെയ്യുന്നവരുണ്ട് കേട്ടോ. എങ്കിൽ ഞാനിത് ഇവിടെ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി നല്ലതുപോലെ അത് അടുപ്പത്ത് ഒന്ന് സെറ്റാക്കി വയ്ക്കാമേ. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിൻ്റെ ജലാംശം എല്ലാം മാറിയതിന് ശേഷം ഇനി ഇതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം കുക്ക് ചെയ്യുന്നതും നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കും കേട്ടോ. പിന്നെ ഇതേ എണ്ണ ചൂടായി, നമുക്കിതിൽ കുറച്ച് കടുക് കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാമേ. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും ഒരു വറ്റൽമുളകൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് നമ്മൾ കടുക് കളിക്കുന്ന ആ ഒരു ഇതിനെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കടുവൊക്കെ നല്ലപോലെ പൊട്ടി, പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ചേർത്തു. ഇനി അതിലേക്ക് ഇത് കുറച്ച് കറിവേപ്പില ചേർത്തു. ഇനി നമുക്ക് ഒരു വറ്റൽമുളക് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇടാം, അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീടുകളിൽ പെട്ടെന്നുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഞാനിന്ന് സെറ്റാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെ ഒരു വറ്റൽമുളക് കൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയും അതുപോലെ ആ മോരൊക്കെ അടിച്ച് വെച്ച കൂടെ മിക്സ് കൂടെ ഉണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഇത് ഞങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് പല രീതിയിലായിരിക്കാം, എങ്കിലും പ്രശ്നമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചോറിന് പറ്റിയ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഐറ്റം ഒഴിച്ചു. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മെയിനായിട്ടുള്ള ഐറ്റം ഉപ്പും, അതായത് നമ്മുടെ ഉലുവപ്പൊടി ഇടാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കലക്കി സെറ്റായി കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കടുത്ത് ഉലുവാപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഐറ്റം ഒന്ന് നല്ലപോലെ ഒന്ന് കലക്കി ഒന്ന് സെറ്റാക്കി വയ്ക്കുന്ന സമയം അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ലൊരു ഒഴിച്ചുകറി, നല്ല ടേസ്റ്റിനുള്ള ഒരു ഒഴിച്ചുകറിയാണ് നമ്മളിത് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെയാണ് നിങ്ങൾക്കൂടെ ഞാനൊന്ന് ചെയ്ത് കാണിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വലിയ താമസമൊന്നുമില്ല കേട്ടോ. സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് ഈ ഒരു ചെറിയ ഒരു തിളപ്പ് വരുന്ന ഒരു സമയം നമ്മൾ ഓഫാക്കി അടുപ്പിൽ നിന്ന് ഇറക്കുക. ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് മൊത്തത്തിലും കറിയും ഒക്കെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ഇനി ഒഴിച്ചങ്ങോട്ട് ചോറിനോട് കഴിക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും.